എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? എവിടെയാ? നമ്മളിപ്പോൾ ബർമിംഗ്ഹാമിലാണുള്ളത്. ബർമിംഗ്ഹാമിൽ എവിടെയാണുള്ളത്? ബർമിംഗ്ഹാമിൽ സിറ്റി സെന്ററിലാണുള്ളത്. ഇവിടെ അടുത്ത് ആർട്ട് ഗാലറി, മ്യൂസിയം, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും പറഞ്ഞ് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് തണുപ്പ്? നല്ല ആക്ച്വലി വലിയ തണുപ്പല്ല, പക്ഷേ കാറ്റ് കാരണം തണുപ്പ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗൈസ്, നമ്മളിപ്പം സാറിന് ഇതിൽ സിഗരറ്റ് വലിച്ച ആൾക്കാരാണ് പുക വിടുന്നുണ്ടല്ലോ. നിങ്ങളിവിടെ വന്നിട്ട് തണുപ്പത്ത് നിന്ന് ചാടുന്ന ആവി കിട്ടി കഴിഞ്ഞാൽ തന്നെ സിഗരറ്റ് വലിച്ച പോലെ തന്നെ പുക ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്ന സമയത്ത് ഈ സാധനം ഓപ്പൺ അല്ല, ക്ലോസ്ഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം വെനസ്ഡേ മുതൽ സൺഡേ വരെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഓഫ് ദി ഇയർ എന്തോ പ്രോഗ്രാമൊക്കെ വെച്ചിട്ടുണ്ട്, ഏപ്രിൽ വരെയുള്ള. അപ്പം വെനസ്ഡേ മുതൽ സൺഡേസ് ആണ് ഇതിൻ്റെ. മൺഡേ ട്യൂസ്ഡേ ഇവർ അടച്ചിട്ടേക്കുവാണ്, ഇപ്പോൾ ക്ലോസ്ഡാണ്. അപ്പം നമ്മൾ വന്നതുകൊണ്ട് ഇത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളിന്ന് നോക്കിയില്ലായിരുന്നു. ബെയിം സ്റ്റേജിൽ നമ്മൾ നോക്കാതെയായിരുന്നു വന്നായിരുന്നേ. അങ്ങനെ ഇത് ഏതൊക്കെയോ പഴയ കുറേ കെട്ടിടങ്ങൾ സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഈ പില്ലറൊക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് പിന്നെ വരാം. ശരി, ഓക്കെ. ഇതായി കാണുന്നൊരു സ്തൂപമുണ്ട്. എന്ത് സ്തൂപം നമുക്കറിയത്തില്ല, പക്ഷെ ഗൂഗിൾ മാപ്പ് ആസ് പെർ ലൊക്കേഷൻ വിക്ടോറിയ സ്ക്വയർ എന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ കുറേ എന്തൊക്കെയോ രൂപങ്ങളൊക്കെ പഴയ മോഡൽ അതിൽ പിക്ചർ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇതേ കാണുന്നു സ്റ്റാർബക്സ്. പക്ഷേ സ്റ്റാർബക്സിൻ്റെ ഇവിടെയുള്ള സ്റ്റാർബക്സിൻ്റെ എല്ലാം വെള്ള കളറിലെ സ്റ്റാർബക്സിന് എഴുതിയിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എസ്പെഷ്യലി അത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് പ്ലസ് അങ്ങനെയാണ് കാണുന്നത്. അതെനിക്ക് തോന്നുന്നു മിക്കവാറും ഇവന്മാരുമായിട്ട് കൊളാബറേഷൻ ഉള്ളതുകൊണ്ടാണെന്നും ഡൗട്ടുണ്ട്, ടാറ്റയായിട്ട്. അപ്പം നമ്മളിവിടെ ഒരു കത്തീഡ്രലുണ്ട്, ബർമിംഗ്ഹാം കത്തീഡ്രലിലേക്ക് പോവാണ്. ഗൂഗിൾ മാപ്പ് കാണിച്ച് തന്നേക്കുന്ന ഒരു വഴിക്കടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി തെറ്റുമില്ലയോ എന്ന് അറിയത്തില്ല, കാത്തിരുന്ന് കാണണം. ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. കണ്ടെയ്നറിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ ഇറക്കുകയും പറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം 10 മണിയായി. പക്ഷെ 10 മണിയായ പ്രതീതിയില്ല. സൂര്യൻ ചേട്ടൻ ഈ പരിസരത്തേ കാണാനില്ല. ഇവിടെ എന്തൊക്കെയോ പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുണ്ടോ, ഫുള്ള് ബാരിക്കേഡ് വെച്ച് കവറപ്പ് ചെയ്താണ്, ആൾക്കാരുടെ സേഫ്റ്റി എല്ലാം എൻഷുർ ചെയ്താണ് പണി നടക്കുന്നത്. പക്ഷെ 10 മണിയായെങ്കിലും പക്ഷേ ഏകദേശം നമ്മുടെ ഒരു വെളുപ്പിനൊരു 6 മണി 7 മണിയായ ഒരു പ്രതീതിയാണ്. എത്തിയിട്ടുണ്ട്. ഇതാണ് കത്തീഡ്രൽ. ഈ കാണുന്നതാണ് കത്തീഡ്രൽ. കത്തീഡ്രലൊക്കെ തുറന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഇവിടെ എന്തൊക്കെയാണ്, സൈക്കിള് പറ്റത്തില്ല, ഫോൺ പറ്റത്തില്ല, സ്കൂട്ടർ പറ്റത്തില്ല, ബൈക്ക് പറ്റത്തില്ല, വാക്കിങ് മാത്രമേ പറ്റത്തുള്ളൂ. ഫോൺ അവിടെ സൈൻ കണ്ടില്ലേ, ഇന്ത്യ എന്ന് പറഞ്ഞ കണ്ടില്ലേ ഫോൺ. ബ്രിട്ടൻ്റെ പതാക ഇതിൻ്റെ ഫ്രണ്ടിൽ പാറിക്കളിക്കുന്നു. ഇവിടെ ഒരു ക്ലോക്കുണ്ട്. പഴയ ഒരു കൊളോണിയൽ ബ്രിട്ടീഷ് ഒരു തനിമയോടും ഒരു ഡിസൈനോടു കൂടി തന്നെയുള്ളൊരു കത്തീഡ്രലാണ്. കുറേ വർഷം പഴക്കമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എൻട്രി ഈസ് ഫ്രീ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കത്തീഡ്രലിൻ്റെ അകത്തേക്ക് കയറി. ഇതൊന്നും നേർച്ച ഇടുന്ന എന്തോ ഒരു പാത്രം പോലെയാണ്. ഉണ്ടോ, കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കത്തീഡ്രലിൻ്റെ ഇവിടെ ഉണ്ട്, ഗ്ലാസ്സുകളിലുണ്ട്. ആണ് കത്തീഡ്രലിൻ്റെ എനിക്ക് മെയിൻ വരുന്ന അൾത്താര പോലത്തെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈറ്റൊക്കെ തെളിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം ഇത്രയും 15,000 പൗണ്ടോ അങ്ങനെ ഏതാണ്ടാണ് ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട് ഇവർ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. എനിക്കറിയത്തില്ല ജെന്യൂനാണോ അതെയോ ഇതെങ്ങനെയാണെന്നുള്ള കാര്യം. ഇവിടെ തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇന്ന് തിരി എടുത്തുകൊണ്ട് വന്ന് തിരി കത്തിക്കുന്നൊക്കെ ഉണ്ട്. ഒരു കുരിശ് രൂപം അവിടെ സൈഡിൽ കാണുന്നുണ്ട്. കുറേ നമ്മുടെ നാട്ടിലേക്കോട്ട് പഴയ മോഡലും കസേരകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത്
നമ്മുടെ ഇരുമ്പിൻ്റെ കസേരകളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഗൈസ് അങ്ങനെ കത്തീഡ്രൽ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ചർച്ച്, ബ്രിട്ടൻ ചർച്ചിൻ്റെ കത്തീഡ്രലാണെന്ന് എനിക്ക് തോന്നുന്നു. ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പഴയൊരു കത്തീഡ്രലാണ്. ഇപ്പോഴും ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പ്രയർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. സ്റ്റിൽ ഇത് സൂക്ഷിച്ച് പോരുന്നു, അതായത് സംരക്ഷിച്ച് പോരുന്നു. 1890s അങ്ങനെ എന്തോ ഉണ്ടാക്കിയതാണെന്ന് ജീസ് പറയുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ. അപ്പം അവിടെ നിന്ന് മേ ബി ആയിരിക്കും. സിറ്റിയുടെ ഒരു സിറ്റി ആണെങ്കിൽ അതൊരു കത്തീഡ്രൽ വേണമെന്ന് പറയുന്നത്. എല്ലാ സിറ്റിയിലും ഒരു കത്തീഡ്രൽ ഉണ്ട്. ഒരു കത്തീഡ്രൽ ഉണ്ട് ഇവിടെ. നമ്മുടെ സിറ്റീസിൽ പറയുന്നത് മെയിൻ സിറ്റിയിൽ ബസ്സുകൾ തിളങ്ങും വിലങ്ങും തീ പോകുന്നു. ഡബിൾ ഡെക്കർ ബസ്സുകൾ, സിംഗിൾ ഡെക്കർ ബസ്സുകൾ. എമർജൻസി ബ്ലീഡ് കൺട്രോൾ കിറ്റ് ഇതൊക്കെ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. തേരാപാര നടക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ഏതൊരു പാർക്കോ ഇതൊരു സ്ഥലമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നോക്കി വന്ന ലൊക്കേഷനെത്തി. ബുൾറിംഗ് ആൻഡ് ഗ്രാൻഡ് സെൻട്രൽ ഗ്രാൻഡ് സെൻട്രൽ മാളാണ് ഇവിടുത്തെ. ഇതിൻ്റെ ഫ്രണ്ടിലൊരു കാളയുടെ ഒരു പടം വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളത് അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. മാള് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു മാള് പോലത്തെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലില്ലാത്ത പല സ്റ്റോറുകളും സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത്ര തന്നെ. റോളക്സ് വാച്ചിൻ്റെ നമ്മൾ കേട്ടിട്ടില്ലേ, റോളക്സ് സിനിമയിലെ കേട്ടിട്ടില്ലേ, ആ വാച്ചിൻ്റെ ഒരു ഇതാണ്, സ്റ്റോറാണ്. ഇതാണ് HM ഹോം. അപ്ലയൻസസ് ഉണ്ട്, പിന്നെ പൂവുണ്ട്. പൂ വേണമെങ്കിൽ കിട്ടും. കുറേ ഡ്രസ്സിൻ്റെ ലെവീസിൻ്റെ ഒരു ഷോപ്പാണ് ഇവിടെ. അങ്ങനെ ബർമിംഗ്ഹാമിലെ ബുൾറിംഗ് ആൻഡ് ഗ്രാൻഡ് സെൻട്രൽ എന്ന് പറഞ്ഞ മാളിലൂടെയുള്ള തേരാപാര യാത്ര തുടരുന്നു. സാറ ഇവിടെ നാട്ടിൽ നമ്മുടെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറ സാംസങ് ഇത്രയും വില കൊടുത്ത സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഡ്രസ്സ് കിട്ടും. ശരിയാ. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഓർക്കണ്ട് ലാലു അലക്സ് പറയുന്നത് അല്ലേ. ഇതിവിടുത്തെ ഈ താഴെ 2 ഫ്ലോറോടെ ഉണ്ട്. ഇതാണ് ഏറ്റവും മേലത്തെ ഫ്ലോറിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ സാംസങ്ങിൻ്റെ ഒരു ചെറിയൊരു സംഭവമുണ്ട്, സെയിൽസിൻ്റെ ഒരു ഇതായിട്ടുള്ള. ഇവിടെ ഒരു കസേരയുണ്ട്, കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നു. മാർക്സ് ആൻഡ് സ്പെൻസർ. കൊള്ളാലോ. താഴോട്ട് ചാടിയാൽ എന്ത് സംഭവിക്കുന്ന കഴിഞ്ഞാൽ ഒരു പെട്ടി മേടിക്കണം, നേരെ പെട്ടിയിൽ സീൽ ചെയ്ത് പോയേ പങ്കുവച്ചത്. ഇത് നോക്കി ഇത്രയും താഴെ ഉണ്ട്. ഇതുണ്ട് പോയേ. ഇതുണ്ടോ? വേണ്ട, എന്തിന്, എനിക്ക് ജീവിക്കണം. പിന്നെ ഇതെല്ലാം വരുന്നുണ്ട്, എൻ്റെ മണ്ടത്തരങ്ങളെല്ലാം വരുന്നുണ്ട് ബ്ലോഗിൽ. ഇതൊന്നും പരന്നില്ലല്ലോ അല്ലേ. ഇതൊക്കെ ചുമ്മാ വെച്ചേക്കുന്നല്ലേ, ഇതൊന്നും പരന്നില്ലല്ലോ അല്ലേ. മറ്റേ ഇതില്
കണ്ണന്താനം തള്ളന്താനം എന്ന് പറഞ്ഞ് ഇതിൻ്റെ താഴെ ഇനിയിപ്പോൾ കാണുന്ന ആൾക്കാർ നമ്മളെ പിടിച്ചിട്ട് ഇത് സോഹോ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ സംഭവത്തിൻ്റെ കോഫി ഷോപ്പ് അതാണെന്ന് എനിക്കറിയില്ല നീ പോകാൻ ഉദ്ദേശിച്ചത്. സെപ്പോറ ലവ് ഈസ് എ വൈൽഡ് കാർഡ്. ഓ ആ അത് പറഞ്ഞപ്പോഴേ നീ എന്തോ കാർഡ് വാങ്ങിയായിരുന്നോ? വൈൽഡ് കാർഡ്. സെഹോറ ലവ് ഈസ് എ വൈൽഡ് കാർഡ്. നീ ഇവിടുത്തെ സ്കൈ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്. സ്കൈ മൊബൈൽസ്, സ്കൈ ടി വി ഇവിടുത്തെ ഫേമസ് ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിസ്റ്റോളിലും കണ്ടായിരുന്നോ സ്കൈയുടെ സംഭവം? ആ ഈല് നമ്മൾ കണ്ടായിരുന്നു. ഏതാ സൂപ്പർ ഡ്രഗ്? ആ കഴിഞ്ഞ ദിവസം നമ്മൾ പോയായിരുന്നു ഫാർമസി. ഫാർമസി എന്ന് പറയുമ്പോൾ മെഡിസിൻ മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കില്ലേ? പെർഫ്യൂം സാധനങ്ങളെല്ലാം സൂപ്പർ മാർക്കറ്റ് പോലെയാണ്, എല്ലാം ഉണ്ട്. നമുക്ക് ചുമ്മാ കയറി സൂപ്പർ മാർക്കറ്റ് പോലെ കയറി സാധനം എടുത്തുകൊണ്ട് വരാം. നാട്ടിലെ പോലെ തന്നെ ഫാർമസിയിൽ അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് നമ്മളെ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് പിന്നെ പോലത്തെ സെറ്റപ്പ് അല്ല. ഇതൊക്കെയാണ് ജ്യൂസ് ബാർസ് ഫ്യൂൽ. ഇവിടെ എന്തോ ജ്യൂസ് കിട്ടുന്ന എന്തോ കടയാണ്. വാ. അങ്ങനെ ഗൈസ് നമ്മൾ ബർമിംഗ്ഹാം വന്നിട്ട് അവിടെ ഷോപ്പിൽ കയറി സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ അന്ന് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിന് ഒരാളെ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ബ്രിസ്റ്റോളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലിക്സ് ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഏകദേശ സമയം ഇപ്പോൾ ഏകദേശം 4:30 കണ്ടോ. സൂര്യനൊക്കെ അസ്തമിക്കുന്ന ഒരു രംഗമാണ്. ഇവിടെ ഒരാൾ ഉറക്കമായി. ജീസാണെങ്കിൽ പയ്യെ ടൈഡായിട്ട് ഉറക്കമായി. അങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇഷ്ടംപോലെ തലങ്ങും മലങ്ങും വണ്ടികളെ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് വിചാരിക്കും നിങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സായിരിക്കുന്നത്. ഇത് ഡബിൾ ഡെക്കറല്ല, സിംഗിൾ ഡെക്കറാണ്. പക്ഷെ ഇതുണ്ടോ മെയിനിൽ ഇത് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ഇതാവുന്ന സെറ്റപ്പിലാണ്. താഴെയാണ് ഡ്രൈവറുടെ ഒരു ഇത്. ആക്ച്വലി ഫ്ലിക്സ് ബസ്സിൻ്റെ മറ്റേ പച്ച ഒരു ഇതടിച്ചിട്ടുള്ള വണ്ടിയല്ല, പകരം വേറെ ഏതൊരു വണ്ടി വിട്ടേക്കണതാണ്. ഫ്ലിക്സ് ബസ്സിൻ്റെ ഒരു ബോർഡ് അടിച്ചിട്ട് വേറൊരു വണ്ടി കൊളാബ് ചെയ്ത് വിട്ടേക്കണതാണ്. ഏതോ വണ്ടിക്ക് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഇതുണ്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രിസ്റ്റോൾ ടു ബർമിംഗ്ഹാം സ്പെഷ്യൽ വ്ളോഗ്. ഇതുണ്ടെന്ന് ഞാനിവിടെ വ്ളോഗ് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടോ, ഈ സൈഡ് ചെയ്തിട്ടുണ്ടോ ഒരുപാട് പുൽമേടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെമ്മരിയാടുകളൊക്കെ ഇത് പല ഫാമിൽ ഇത് ചെയ്തിട്ടുണ്ടോ മെയ്യുന്നതായിട്ട് കാണാൻ എത്രത്തോളം ഇതിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെയാണിത് പോകുന്ന വഴിക്ക് പല ഭാഗങ്ങളിലൊക്കെ ഇത് എത്ര സ്പീഡ് വണ്ടി അലൗ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ബോർഡുണ്ട്. ഇതുണ്ടത് ഒരുപാട് പുൽമേടുകൾ അല്ലെങ്കിൽ ആട് മാടുകൾക്ക് മൃഗങ്ങൾക്ക് മേയാനുള്ള ഉദ്യാനങ്ങളൊക്കെയാണ്. ബെൽവേ വൈറ്റ് ഫുഡ് ഹൈറ്റ്സ് ബ്രോൺസ് എന്നാണ് എഴുതിയേക്കുന്നത്. ഉണ്ടോ ഇവിടെ എസ്പെഷ്യലി UK പല സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ പുൽമേടുകൾ പോലുള്ള സ്ഥലങ്ങളുണ്ട്. ചെമ്മരിയാടുകൾ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ മേയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മേച്ചിൽപ്പുറങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇഷ്ടംപോലെ കാണാം. ഔട്ട്സ്കേർട്ട്സിൽ അല്ലെങ്കിൽ കൺട്രി സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടുകളെ കണ്ടത് ഇതുണ്ടോ, ഈ വൈറ്റ് പെയിന്റ് കാണുന്നതാണ് ചെമ്മരിയാടുകളുടെ സംഭവങ്ങൾ. അപ്പം നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് മോർണിംഗ് നമ്മൾ 7 മണിയായപ്പം ബ്രിസ്റ്റോളിൽ നിന്ന് കയറി 9 മണിയായപ്പം ബർമിംഗ്ഹാം എത്തി. ഇവിടുന്ന് 3 മണിയായപ്പം ബസ്സിൽ കയറി, 3:50 ബസ്സിൽ കയറി. മിക്കവാറും ഒരു
6-9 ബ്രിസ്റ്റോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പം UK ബ്രിസ്റ്റോളിലെ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെയുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്. സ്റ്റേ വിത്ത് us. Bye bye.